കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോട്ടുകളൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവും. തന്നിരുന്ന ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്ത് ടീച്ചേഴ്സിനെ കാണിച്ചിട്ടുണ്ടാവും എന്നും വിശ്വസിക്കുന്നു. എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അത് പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കതിൻ്റെ തുടർച്ചയായ ബോഡി പാർട്സ് ഓഫ് ചിക്കൻ പഠിക്കാം. ഇനി നമുക്ക് കോഴികളുടെ ശരീരഭാഗങ്ങൾ നോക്കാം. ആദ്യം തലയിലെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, കോഴികൾക്ക് ചുണ്ടുകൾക്ക് പകരം ഒരു ഹാർഡ് സ്ട്രക്ചറാണുള്ളത്. അതിനെ നമ്മൾ ബീക്ക് എന്ന് പറയും. അപ്പം ബീക്കിൻ്റെ മുകളിൽ നോസ്ട്രിൽസ് ഉണ്ട്. ബീക്കിന് രണ്ട് വശത്തുമായിട്ട് നോസ്ട്രിൽസും ഉണ്ട്. ബീക്കിന് താഴെ ഒരു മാംസളമായ ഭാഗം തൂങ്ങി നിൽക്കുന്നത് കാണാം. അതിനെ നമ്മൾ വാറ്റിൽ എന്ന് പറയും. തലയിൽ ചുണ്ടിനും തലയ്ക്കും മുകളിലായി മാംസളമായ ഒരു ഭാഗം ഉണ്ട്. അതിന് നമ്മൾ കോമ്പ് എന്ന് പറയും. കോമ്പിന് നമ്മളതിനെ കോഴിപ്പൂവ് എന്നൊക്കെ പറയും. കോഴികളുടെ പൂവിന് പല ആകൃതികളുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ കോമ്പാണെങ്കിൽ തലയോട് ചേർന്നിരിക്കുന്ന പോർഷനെ നമ്മൾ ബേസ് എന്നും, നടുക്ക് വരുന്ന മാംസളമായ ഭാഗത്തിന് നമ്മൾ ബ്ലേഡ് എന്നും, അറ്റത്ത് കാണുന്ന കൂർത്ത ഭാഗങ്ങളെ നമ്മൾ പോയിന്റ്സ് അല്ലെങ്കിൽ സെറേഷൻസ് എന്നും പറയും. കണ്ണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കണ്ണിന് താഴെ കോഴികളുടെ ചെവിയുടെ പ്രത്യേകത എന്താണ്? ഒരു ചെറിയ ഓപ്പണിംഗ് മാത്രമേ കാണുള്ളൂ. അതിന് ചുറ്റും ചെറിയ തൂവലുകൾ കൊണ്ട് മൂടിയിരിക്കും. ആ പാർട്ടിനെ നമ്മൾ ഇയർ എന്ന് പറയുന്നു, അല്ലേ? ചെവിക്ക് താഴെയായിട്ട് ഒരു ചെറിയ മാംസളമായ ഭാഗം കാണും. അതിനെ നമ്മൾ ഇയർ ലോബ് എന്ന് പറയുന്നു. അപ്പോൾ ഹെഡിലെ പോർഷൻസ് എന്തൊക്കെയാണ്? ബീക്ക്, നോസ്ട്രിൽസ്, കോംബ്. കോമ്പിന് ബേസ് ഉണ്ട്. തലയോടും ചുണ്ടിനോടും ഒക്കെ ചേർന്നിരിക്കുന്ന പോർഷൻ നമ്മൾ ബേസ് എന്ന് പറയുന്നു. ബ്ലേഡ്, പോയിന്റ്സ്, ഐസ്, ഇയേഴ്സ്, ഇയർ ലോബ്. ഇത്രയുമാണ് തലയിൽ വരുന്ന പോർഷൻസ്. ഇവിടെ നമ്മൾ പൂവൻ കോഴിയുടെയും പിടക്കോഴിയുടെയും ശരീരഭാഗങ്ങൾ പറയുന്നു. അപ്പോൾ ബീക്ക്, നോസ്ട്രിൽസ്, കോമ്പ്, വാറ്റിൽ, ഇയർ ലോബ്, ഐ ഒക്കെ മനസ്സിലായി. ഇനി താഴോട്ട് കഴുത്തിൽ വരുമ്പോൾ തൂവലുകൾ താഴോട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. അതിനെ നമ്മൾ ഹാക്കിൾസ് എന്ന് പറയുന്നു. പൂവൻ കോഴിയിൽ ഈ ഹാക്കിൾസ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം അവയ്ക്ക് നല്ല തിളക്കമുണ്ടാവും. തൂവലിൻ്റെ അറ്റം കൂർത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കഴുത്തിന് ചുറ്റുമുള്ള നല്ല ഭംഗിയുള്ള തൂവലുകളെയാണ് നമ്മൾ ഹാക്കിൾസ് എന്ന് പറയുന്നത്. പിടക്കോഴിയുടെ ഹാക്കിൾസ് കൂർത്തതായിരിക്കത്തില്ല. മിനുസമൊന്നും അധികമില്ലാത്ത സാധാരണ തൂവലുകളാണ് ഹാക്കിൾസ് കഴുത്തിലുണ്ടാവുക. കോഴികളുടെ ചിറകിന് മധ്യത്തിലായി വരുന്ന പോർഷനെ നമ്മൾ ബാക്ക് എന്ന് പറയും. രണ്ട് ചിറകുകളുടെയും നടുക്ക് വരുന്ന പോർഷന് ബാക്ക് എന്ന് പറയും. ബാക്ക് പോർഷൻ്റെ പുറകിലായി രണ്ട് വശത്തോട്ട് ചരിഞ്ഞു കിടക്കുന്ന തൂവലുകൾ കാണാറുണ്ട്. അതിനെ നമ്മൾ സാഡിൽ ഫെദേഴ്സ് എന്ന് പറയും. പൂവൻ കോഴികളിൽ ഇത് കൂർത്ത അഗ്രത്തോടു കൂടിയ തൂവലുകളായിരിക്കും. പൂവൻ കോഴികളുടെ വാല് നോക്കുകയാണെങ്കിൽ അരിവാൾ ആകൃതിയിലുള്ള 2-3 വലിയ തൂവലുകൾ കാണും. അതിനെ നമ്മൾ മെയിൻ സിക്കിൾ ഫെദേഴ്സ് എന്ന് പറയും. അതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞ അരിവാൾ ആകൃതിയിലുള്ള തൂവലുകൾ കാണും. അതിനെ നമ്മൾ ലെസർ സിക്കിൾ ഫെദേഴ്സ് എന്ന് പറയും. അതിൻ്റെ അടിവശത്ത് സാധാരണയിലുള്ള പിടക്കോഴികളൊക്കെ കാണുന്നത് പോലുള്ള
തൂവലുകളുണ്ടാവും. അതിനെ നമ്മൾ മെയിൻ ടെയിൽ ഫെദേഴ്സ് എന്ന് പറയും. കോഴികളുടെ അടിവശം നോക്കുകയാണെങ്കിൽ പുറകിൽ അല്ലെങ്കിൽ ബാക്കിലും മുതുകിലും ഒക്കെ ഉള്ളതിനേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫെദേഴ്സാണ് കാണുക. നമ്മളതിനെ ഫ്ലഫ് എന്ന് പറയും. കോഴികൾക്ക് കാലിൽ തൂവലുകളൊന്നും ഉണ്ടാവാറില്ല. ഏഷ്യാറ്റിക് ക്ലാസ്സിന് കാലിൻ്റെ മുട്ടിന് താഴോട്ടും ഫെദേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ തൂവലില്ലാത്ത പോർഷനെ നമ്മൾ ഷാങ്ക് എന്ന് പറയുന്നു. 1 വയസ്സൊക്കെ പ്രായമായ കോഴികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാങ്കിൻ്റെ നടുക്കായിട്ട് ഇത്തിരി കൂർത്ത ഒരു നഖം പോലെ ഉള്ള ഒരു ഇത് നിൽക്കുന്നത് കാണും. അതിനെ നമ്മൾ ഒരു കുറ്റിയായിട്ട് നിൽക്കുന്നത് കാണും. അതിനെ നമ്മൾ സ്പർ എന്നാണ് പറയുന്നത്. കോഴികൾക്ക് 4 ടോസ് ഉണ്ട് അല്ലേ? 5ാമത്തെ ടോയായിട്ടാണ് ഈ സ്പറിനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ കോഴികളുടെ കാലിലെ വിരലിന് നമ്മൾ ടോസ് എന്നും കാലിൻ്റെ വിരലിനറ്റത്തുള്ള നഖത്തിന് നമ്മൾ ക്ലോ എന്നും പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട പാർട്സ്. ഇപ്പോൾ പൂവൻ കോഴിക്കാണെങ്കിൽ മെയിൻ സിക്കിൾ ഫെദേഴ്സും ലെസർ സിക്കിൾ ഫെദേഴ്സും ഉണ്ടാവും. പെടക്കോഴിയെ സംബന്ധിച്ചിടത്തോളം കഴുത്തിലെ തൂവലുകളായ ഹാക്കിൾസ് സാധാരണ തൂവലുകളായിരിക്കും, കൂർത്ത അറ്റത്തോടു കൂടിയതായിരിക്കത്തില്ല. സാഡിൽ ഫെദേഴ്സും നോർമൽ ഫെദേഴ്സ് ആയിരിക്കും. മെയിൻ സിക്കിൾ ഫെദേഴ്സും ലെസർ സിക്കിൾ ഫെദേഴ്സും പെടക്കോഴികൾക്ക് കാണാറില്ല. മെയിൻ ടെയിൽ ഫെദേഴ്സ് മാത്രമേ കാണാറുള്ളൂ. ഇപ്പോൾ ബോഡി പാർട്സ് പറയുമ്പോൾ ഹെഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ ബീക്ക്, നോസ്ട്രിൽസ്, കോമ്പിൻ്റെ ബേസ്, പോയിൻറ്റ്സ്, ബ്ലേഡ്, ഐ, ഇയർ ലോബ്സ്, ഹാക്കൽ. കോഴി നിൽക്കുമ്പോൾ നെഞ്ചിൻ്റെ വശം വരുന്ന പോർഷനെ നമ്മൾ ബ്രസ്റ്റ് എന്ന് പറയുന്നു. ചിറക് നമ്മൾ നിവർത്തി നോക്കുമ്പോൾ ഒരു താഴോട്ട് ഇരിക്കുന്ന പോർഷൻ ഒരു വിങ് ബോ എന്ന് നമ്മൾ പറയും. തൂവലുകൾ നോക്കുകയാണെങ്കിൽ വലിപ്പമുള്ള ഫെദേഴ്സ് ഉണ്ടാവും. ഇത് ഫസ്റ്റ് റോ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ പ്രൈമറി ഫെദേഴ്സ് എന്നും അടിയിൽ വരുന്ന കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ഫെദേഴ്സിനെ നമ്മൾ സെക്കൻഡറി ഫെദേഴ്സ് എന്നും പറയും. ഷാങ്കിന് മുകളിലുള്ള പോർഷനെ നമ്മൾ തൈ റീജിയൻ എന്ന് പറയും. തൈ റീജിയനിലെ ഫെദേഴ്സ് ഉള്ള പോർഷനും ഷാങ്ക് റീജിയനിലെ ഫെദേഴ്സ് ഇല്ലാത്ത പോർഷനും കൂടെ ജോയിൻ ചെയ്യുന്ന ജോയിൻ്റ്, അതിന് നമ്മൾ ഹോക്ക് ജോയിൻ്റ് എന്ന് പറയുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള ഫെദേഴ്സിനെ നമ്മൾ ഫ്ലഫ് എന്ന് പറയുന്നു. അപ്പോൾ തൂവലില്ലാത്ത കാലിലെ പോർഷനെ നമ്മൾ ഷാങ്ക് എന്ന് പറയുന്നു. ഷാങ്കിൽ കാണുന്ന 5th ഡിജിറ്റായിട്ട് കണക്കാക്കുന്ന ഇതിനെ നമ്മൾ സ്പർ എന്ന് പറയുന്നു. മുതുകിൽ നോക്കുകയാണെങ്കിൽ ചിറകിൻ്റെ 2 വശത്തുമുള്ള നടുക്കുള്ള പോർഷനെ നമ്മൾ ബാക്ക് അല്ലെങ്കിൽ കേപ്പ് എന്ന് പറയുന്നു. അതിന് പുറകിലുള്ള പോർഷനെ നമ്മൾ സാഡിൽ എന്ന് പറയുന്നു. അവിടെ 2 വശത്തായി തിരിഞ്ഞു കിടക്കുന്ന ഫെദേഴ്സിനെ നമ്മൾ സാഡിൽ ഫെദേഴ്സ് എന്ന് പറയുന്നു. പൂവൻ കോഴിയാണെങ്കിൽ മെയിൻ സിക്കിൾ ഫെദേഴ്സും ലെസർ സിക്കിൾ ഫെദേഴ്സും ഉണ്ടാവും. അതിനടിയിൽ മെയിൻ ടെയിൽ ഫെദേഴ്സും ഉണ്ടാവും. കാലിലെ വിരലുകളെ നമ്മൾ ടോസ് എന്നും അതിലെ നഖത്തിനെ നമ്മൾ ക്ലോ എന്നും പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ബോഡി പാർട്സ്. മറ്റ് ബേർഡ്സുമായിട്ട് നോക്കുമ്പോൾ എന്തൊക്കെ പെക്യുലാരിറ്റീസ് ആണ് ചിക്കനുള്ളത്? മറ്റ് അനിമൽസിൽ സ്കിന്നിന് മുകളിൽ ചെറിയ ഹെയർസ് ആണുള്ളതെങ്കിൽ കോഴികളുടെ ശരീരത്തിന് മുഴുവൻ കവർ ചെയ്ത് വരുന്നത് ഫെദേഴ്സാണ്, തൂവലുകളാണ്. അവയ്ക്ക് പല്ലുകൾ ഇല്ല. കാലിൽ സ്പർ ഉണ്ട്, കോമ്പ്, വാറ്റിൽസ് ഉണ്ട്. ബ്രീത്തിങ് റേറ്റും പൾസ് റേറ്റും കൂടുതലാണ്. മറ്റ് അനിമൽസിനെ വെച്ച് നോക്കുമ്പോൾ ശരീര താപനില കൂടുതൽ ആണ്. ഇറ്റ് ഹാസ് എ കോട്ടിംഗ് ഓഫ് ഫെദേഴ്സ്, നോ ടീത്ത്, ലെഗ്സ് വിത്ത് സ്പർ, presence of comb and wattles,
ഹൈ ബ്രീത്തിങ് ആൻഡ് പൾസ് റേറ്റ്, റിലേറ്റീവ്ലി ഹൈ ബോഡി ടെമ്പറേച്ചർ. കോഴികളിൽ എന്തൊക്കെ തരത്തിലുള്ള കോംബ് പാറ്റേൺ ആണുള്ളത് നോക്കാം. കോഴികളുടെ പൂവിന് എന്തൊക്കെ ആകൃതിയാണ് കാണുക എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബ്രീഡിനകത്ത് കുറച്ച് വെറൈറ്റീസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ ചിലപ്പോൾ കോമ്പിൻ്റെ വ്യത്യാസമാവാം, കളർ പാറ്റേണിൻ്റെ വ്യത്യാസമാവാം എന്ന് പറഞ്ഞു. സാധാരണ ഒരു കാണുന്ന 7-8 ടൈപ്പ് കോമ്പ് പാറ്റേൺ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സിംഗിൾ കോമ്പ് തന്നെയാണ്. സിംഗിൾ കോമ്പ് നോക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ ചിത്രം നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. അതിന് ഒരു ബേസ് ഉണ്ട്, ബ്ലേഡ് ഉണ്ട്, പോയിൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ സെറേഷൻസ് ഉണ്ട്. നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒറ്റ ഒരു മാംസളമായ പോർഷനായിട്ട് കാണുന്നതാണ് സിംഗിൾ കോമ്പ്. രണ്ടാമത് നമ്മൾ പറയുന്ന പീ കോമ്പ്. ചില ബ്രീഡ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തലയോട് ചേർന്നിരിക്കുന്ന കോമ്പായിരിക്കും. അതിനൊരു 3 വര പോലെ കാണും, റിഡ്ജസ് പോലെ ഉണ്ടാവും. ആ 3 റിഡ്ജസിൻ്റെയും മുകളിൽ ചെറിയ ചെറിയ നോഡുലാർ പ്രൊജക്ഷൻസ്, ചെറിയ ചെറിയ കുഞ്ഞ് പ്രൊജക്ഷൻസ് കാണും. അങ്ങനെ ഉള്ള കോംബ് പാറ്റേണെയാണ് നമ്മൾ പീ കോംബ് എന്ന് പറയുന്നത്. പിന്നെ റോസ് കോംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീ കോമ്പിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുള്ള തലയുടെ ഭാഗം കുറച്ച് ചേർന്നിരിക്കുകയും അവിടെ കുഞ്ഞു കുഞ്ഞ് നോഡ്യൂളുകൾ കാണുകയും ചെറിയ ചെറിയ തരികൾ പോലെ റൗണ്ടായിട്ടിരിക്കുന്നത് കാണാം. തലയുടെ പുറകിൽ നിന്ന് ഒരു സ്പൈക്ക് പോലെ നിൽക്കുന്നത് കാണാം. അതിനെയാണ് നമ്മൾ റോസ് കോംബ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് വി കോംബ്. വി ഷേപ്ഡ് കോംബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പോളിഷ് ക്യാപ്പ് തൊപ്പിക്കോഴികളെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അവയുടെ കോമ്പ് ആകെ ഒരു വി ആകൃതിയിലായിരിക്കും കാണുന്നത്. അതിൻ്റെ സൈഡിലാണ് ഈ ഫെതേഴ്സ് എല്ലാം ക്യാപ്പ് പോലെ കാണുക. അതിനെയാണ് നമ്മൾ വി ഷേപ്ഡ് കോംബ് എന്ന് പറയുന്നത്. ഇനി ഉള്ളത് ഒരു ബട്ടർ കപ്പ് കോംബ് എന്ന് പറയും. അതായത് ഒരു കപ്പ് പോലെ കാണുകയും 4 സൈഡിലായിട്ട് പോയിൻറ്റ്സ് ആയിട്ട് സെറേഷനായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ബട്ടർ കോംബ് പാറ്റേൺ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രോബെറി ടൈപ്പ് കോംബ്. സ്ട്രോബെറി പോലെ തന്നെ കുറച്ച് റൗണ്ടായിട്ട് കുറച്ച് ചെറിയ ചെറിയ നോഡ്യൂൾസ് കാണുന്നതിനെയാണ് നമ്മൾ സ്ട്രോബെറി കോംബ് എന്ന് പറയുന്നത്. കൂടുതലും നമ്മൾ ബ്രീഡ്സ് നോക്കുകയാണെങ്കിൽ കാണുന്ന കോംബ് പാറ്റേൺസ് എന്ന് പറയുന്നത് സിംഗിൾ കോംബ്, റോസ് കോംബ്, പീ കോംബ് ഒക്കെയാണ്. ഇനി നമ്മൾ പറയുന്നത് ലൈഫ് സ്റ്റോക്ക് സെൻസസ് ആണ്. 2019 നടന്ന ലൈഫ് സ്റ്റോക്ക് സെൻസസ്. നിങ്ങൾ സെൻസസ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. മനുഷ്യരിലൊക്കെ സെൻസസ് നടത്തുന്നത് പോലെ തന്നെ കന്നുകാലികളുടെ കണക്കെടുപ്പും എടുക്കാറുണ്ട്. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്നത് 20ാമത്തെ ലൈഫ് സ്റ്റോക്ക് സെൻസസ് ആണ്. അതനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം പൗൾട്രി പോപ്പുലേഷൻ എന്ന് പറയുന്നത് 851.81 മില്യൺ ആണ്. ടോട്ടൽ പൗൾട്രി പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് 851.81 മില്യൺ. കഴിഞ്ഞ വർഷത്തെ അതായത് 2012 സെൻസസ് വെച്ച് നോക്കുമ്പോൾ 16.8% വർധനവ് കാണിക്കുന്നു. ലോകത്തിലെ മൊത്തം പൗൾട്രി പോപ്പുലേഷൻ്റെ 3.1% ഈ പറയുന്ന 851.81 മില്യൺ. കേരളം 9ാം സ്ഥാനത്താണ്. കേരളത്തിലെ പൗൾട്രി പോപ്പുലേഷൻ എന്ന് പറയുന്നത് 29.8 മില്യൺ ആണ്. കേരള റാങ്ക്സ് 9th പൊസിഷൻ വിത്ത് എ പൗൾട്രി പോപ്പുലേഷൻ ഓഫ് 29.8 മില്യൺ. സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പൗൾട്രി പോപ്പുലേഷൻ ഉള്ളത്. അത് കഴിഞ്ഞ് ആന്ധ്ര, തെലങ്കാന ആണ്. ടോട്ടൽ ബാക്ക്യാർഡ് പൗൾട്രി പോപ്പുലേഷൻ ഈസ് 317.07 മില്യൺ. കഴിഞ്ഞ വർഷത്തെ സെൻസസ് നോക്കുമ്പോൾ 45.79% വർധനവാണ് ഇത് കാണിക്കുന്നത്. വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൻ്റെ പോപ്പുലേഷൻ, പൗൾട്രി പോപ്പുലേഷൻ എന്ന് പറയുന്നത് 317.07 മില്യൺ ആണ്.
കൊമേഴ്ഷ്യൽ പൗൾട്രി പോപ്പുലേഷൻ എന്ന് പറയുന്നത് 534.74 മില്യൺ ആണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.5% വർധനവ്. അപ്പോൾ വ്യാവസായികമായി വളർത്തുന്ന കോഴികളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 534.74 മില്യൺ ആണ്. നഗരപ്രദേശങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കോഴി വളർത്തുന്നതിന് 17.95% വർധനവ് കാണിക്കുന്നുണ്ട്. അതേസമയം ഗ്രാമപ്രദേശങ്ങളിൽ 3.95% വർധനവാണ് കാണിക്കുന്നത്. അർബൻ ഏരിയാസിൽ, അതായത് നഗരപ്രദേശങ്ങളിൽ ഉള്ള മൊത്തം പോൾട്രി പോപ്പുലേഷനിൽ 26.5% വർധനവ് കാണിക്കുന്നുണ്ട്. റൂറൽ പ്രദേശത്തുള്ള പോൾട്രി പോപ്പുലേഷൻ എന്ന് പറയുന്നത് 812.20 മില്യൺ ആണ്. അതേസമയം അർബൻ ഏരിയാസിൽ 39.61 മില്യൺ ആണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2019. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ഥിതിവിവര കണക്കുകൾ. മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ എല്ലാ വർഷവും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിക്കാറുണ്ട്. 2019 സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം മുട്ട ഉൽപ്പാദനം 103.32 ബില്യൺ ആണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് 8.5% വർധനവ് കാണിക്കുന്നു. ഇന്ത്യയിൽ മുട്ട ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം ആന്ധ്രാപ്രദേശിനാണ്. ഇന്ത്യയുടെ മൊത്തം മുട്ട ഉൽപ്പാദനത്തിൻ്റെ 19.1% മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു. തമിഴ്നാട് 2-ാം സ്ഥാനത്തും തെലങ്കാന 3-ാം സ്ഥാനത്തും വെസ്റ്റ് ബംഗാൾ 4-ാം സ്ഥാനത്തും ഹരിയാന 5-ാം സ്ഥാനത്തും നിൽക്കുന്നു. കേരളത്തിൻ്റെ സ്ഥാനം 11 ആണ്. മൊത്തം മുട്ട ഉൽപ്പാദനത്തിൻ്റെ 2.2% മുട്ടയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കൊമേഴ്ഷ്യൽ പൗൾട്രി ഫാമിൽ നിന്നുള്ള മൊത്തം മുട്ട ഉൽപ്പാദനം എന്ന് പറയുന്നത് 84.91 ബില്യൺ ആണ്. ബാക്ക്യാർഡ് പൗൾട്രി അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ നിന്ന് കിട്ടുന്നത് 18.41 ബില്യൺ ആണ്. ഇന്ത്യയുടെ മൊത്തം മുട്ട ഉൽപ്പാദനം ഓരോ സ്പീഷീസായി തിരിച്ചു നോക്കുകയാണെങ്കിൽ നാടൻ കോഴികളിൽ നിന്ന്, ദേശീയ ഫൗളിൽ നിന്ന് 11.52% മുട്ടയും, ഇംപ്രൂവ്ഡ് ഫൗൾ അതായത് സങ്കര ഇനം അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത കൂടിയവയിൽ നിന്ന് 87.33% മുട്ടയും, നാടൻ താറാവിൽ നിന്ന്, ദേശീയ ഡക്കിൽ നിന്ന് 0.89% മുട്ടയും, ഉൽപ്പാദനക്ഷമതയുള്ള താറാവിൽ നിന്ന് 0.26% മുട്ടയും കിട്ടുന്നു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് എഗ്സ് പെർ ആനം, അതായത് മുട്ടയുടെ പ്രതിശീർഷ ലഭ്യത. ഒരു വർഷം ഇന്ത്യയിലെ ആൾക്കാർക്ക് എത്ര മുട്ട ലഭിക്കുന്നു, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്ക് എത്ര മുട്ട ലഭിക്കുന്നു, അതാണ് പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് എഗ്സ് അല്ലെങ്കിൽ പ്രതിശീർഷ ലഭ്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് എഗ്സ് പെർ ആനം വർഷത്തിൽ ശരാശരി ലഭിക്കുന്ന അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള മുട്ടയുടെ എണ്ണം എന്ന് പറയുന്നത് 79 ആണ്. പക്ഷെ കേരളത്തിൽ അത് 62 ആണ് 18-19 കണക്കനുസരിച്ച്. കേരളത്തിൻ്റെ മൊത്തം മുട്ട ഉൽപ്പാദനം എന്ന് പറയുന്നത് 2.29 ബില്യൺ ആണ്. പ്രതിശീർഷ ലഭ്യതയിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശാണ്. വർഷം 372 മുട്ട ലഭിക്കുന്നു. ടോട്ടൽ മീറ്റ് പ്രൊഡക്ഷൻ, അതായത് ഇന്ത്യയുടെ
മൊത്തം മാംസ ഉൽപാദനം എന്ന് പറയുന്നത് 8.11 മില്യൺ ടൺ ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8.5% വർധനവ് കാണിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കോഴിയിൽ നിന്ന് മാത്രമുള്ള മാംസ ഉൽപാദനം 4.06 മില്യൺ ടൺ ആണ്. കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം മുട്ട ഉൽപാദനത്തിൻ്റെ 50.06% ആണ് ഇത്. 7.8% വർധനവാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. മുട്ട ഉൽപാദനത്തിലേതുപോലെ തന്നെ ഇറച്ചി ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം ഹരിയാനയ്ക്കാണ്, 2-ാം സ്ഥാനം മഹാരാഷ്ട്ര, 3-ാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ, 4 തമിഴ്നാട്, 5 ആന്ധ്രാപ്രദേശ്. പെർ ക്യാപിറ്റ കൺസപ്ഷൻ. എന്താണ് പെർ ക്യാപിറ്റ കൺസപ്ഷൻ എന്ന് പറയുന്നത്? ഒരു വർഷം ശരാശരി ഒരാൾ കഴിക്കുന്നത് എത്ര എന്നുള്ളതാണ് പെർ ക്യാപിറ്റ കൺസപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഓഫ് പൗൾട്രി മീറ്റ്, കോഴി ഇറച്ചിയുടെ പെർ ക്യാപിറ്റ കൺസപ്ഷൻ എന്ന് പറയുന്നത് 3.1 കിലോഗ്രാം ആണ്. ഒരു വർഷം 3.1 കിലോഗ്രാം ഇറച്ചിയാണ് ഏകദേശം ഒരാൾ കഴിക്കുന്നത്. മറ്റ് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. കാരണം വേൾഡ് ആവറേജ് എന്ന് പറയുന്നത് 17 കിലോഗ്രാം ആണ്. 17 കിലോഗ്രാം പെർ ഇയർ ആണ് വേൾഡ് ആവറേജ്. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഓഫ് പൗൾട്രി മീറ്റ് എന്ന് പറയുന്നത് കണക്കാക്കിയിരിക്കുന്നത് 3.1 കിലോഗ്രാം പെർ ഇയർ ആണ്. ലോകത്തിൽ ഇന്ത്യക്ക് കോഴി ഇറച്ചി ഉൽപാദനത്തിൽ 6-ാം സ്ഥാനമാണ് ഉള്ളത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും GDP എന്ന ടേം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. അതിന് നമ്മളിപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് എന്നാണ് പറയുന്നത്, അതായത് മൊത്തം മൂല്യവർദ്ധനവ്. 2018-19 സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കൃഷിയും മറ്റ് അനുബന്ധ മേഖലകളും GDPക്ക് അല്ലെങ്കിൽ GVAക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 10%. മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 10% വരുന്നത് കൃഷിയും മറ്റ് അനുബന്ധ മേഖലയിൽ നിന്നുമാണ്. അഗ്രികൾച്ചറൽ സെക്ടറിൽ, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് ലൈവ് സ്റ്റോക്ക് സെക്ടർ 28.4% സംഭാവന ചെയ്യുന്നു. അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ 10% കൃഷിയും മറ്റ് അനുബന്ധ മേഖലകളിൽ നിന്നുമാണ് വരുന്നത്. ഈ 10%-ൽ 28.4% നൽകുന്നത് ലൈവ് സ്റ്റോക്ക് സെക്ടർ ആണ്. മുഴുവൻ GDPയുടെ, അതായത് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ കണക്ക് നോക്കുകയാണ് എങ്കിൽ ലൈവ് സ്റ്റോക്ക് സെക്ടർ 4.9% സംഭാവന ചെയ്യുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫൗൾസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതായത് നമ്മൾ ബ്രീഡ് എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞു. കോഴികളെ അവയുടെ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവയുടെ ഉത്ഭവം അടിസ്ഥാനമാക്കി 4ആയി തിരിക്കാം. 1 അമേരിക്കൻ ക്ലാസ്, 2 ഇംഗ്ലീഷ് ക്ലാസ്, 3 മെഡിറ്ററേനിയൻ ക്ലാസ്, 4 ഏഷ്യാറ്റിക് ക്ലാസ്. ഓരോ ക്ലാസ്സിലും വരുന്ന കോഴികൾക്ക് അവയെ തിരിച്ചറിയാനുള്ള സവിശേഷതകൾ ഉണ്ടാവും. അതായത് ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. ഒരേ ക്ലാസ്സിലുള്ള കോഴികൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരേപോലുള്ള സവിശേഷതകൾ കാണും. നിങ്ങൾ ബോഡി പാർട്സ് പഠിച്ചപ്പോൾ ഷാങ്ക്, സ്കിൻ, ഇയർ ലോബൊക്കെ പഠിച്ചു. അമേരിക്കൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അവയുടെ ഷാങ്ക് ക്ലീൻ ആയിരിക്കും. അതായത് കാൽമുട്ടിന് താഴെ തൂവലുകൾ ഇല്ലാത്ത പോർഷനാണ് നമ്മൾ ഷാങ്ക് എന്ന് പറയുന്നത്.
അത് ക്ലീൻ ആയിരിക്കും. അവയുടെ സ്കിൻ ഇളം മഞ്ഞ നിറമായിരിക്കും, യെല്ലോ കളർ ആയിരിക്കും. അവയുടെ ഇയർ ലോബ് റെഡ് കളർ ആയിരിക്കും. പർപ്പസ് എന്ന് പറയുന്നത് അവയെ നമ്മൾ ഇറച്ചിക്കാണോ മുട്ടയ്ക്കാണോ അതോ ഇറച്ചിക്കും മുട്ടയ്ക്കും ഉപയോഗിക്കുന്നോ എന്നുള്ളതിനനുസരിച്ച് ആണ് പർപ്പസ് നമ്മൾ പറയുന്നത്. അമേരിക്കൻ ക്ലാസ്സിൽ വരുന്ന ബേർഡ്സ് എല്ലാം തന്നെ ഡ്യുവൽ പർപ്പസ് ആണ്, അതായത് മുട്ടയ്ക്കും ഇറച്ചിക്കും ഉപയോഗിക്കാവുന്നവയാണ്. ഡ്യുവൽ പർപ്പസ് ആയതുകൊണ്ട് തന്നെ ഇവയുടെ ബോഡി സൈസ് മീഡിയം ആയിരിക്കും. ഇവയുടെ മുട്ടയുടെ തോടിൻ്റെ നിറം ബ്രൗൺ ആയിരിക്കും. അമേരിക്കൻ ക്ലാസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ബ്രീഡ്സ് ആണ് റോഡ് ഐലൻഡ് റെഡ്, ന്യൂ ഹാംപ്ഷയർ, പ്ലിമത്ത് റോക്ക്. അപ്പോൾ ബ്രീഡ്സ് ഒക്കെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ വ്യക്തമായി പഠിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു പട്ടിക മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അവയുടെ ഷാങ്ക് ക്ലീൻ ആയിരിക്കും, സ്കിൻ വൈറ്റ് ആയിരിക്കും, ഇയർ ലോബ് റെഡ് ആയിരിക്കും. പർപ്പസ് ഡ്യുവൽ പർപ്പസ് ആണ്, ബോഡി സൈസ് മീഡിയം ആണ്, എക്സെൽ ബ്രൗൺ ആണ്. ഇവയുടെ എക്സാമ്പിൾസ് ഓസ്ട്രലോട്ട്, സസെക്സ്, കോർണിഷ് എന്നിവയാണ്. മൂന്നാമത്തെ ക്ലാസ്സായ മെഡിറ്ററേനിയൻ ക്ലാസ്സിൻ്റെ ഷാങ്ക് ക്ലീൻ ആണ്, സ്കിന്ന് യെല്ലോയോ വൈറ്റോ ആകാം, ഇയർ ലോബ് വൈറ്റ് ആയിരിക്കും. പർപ്പസ് എഗ് ടൈപ്പ് ആണ്, അതായത് മുട്ടക്കോഴികളാണ് കൂടുതലും ഇതിൽ വരുന്നത്. ബോഡി സൈസ് സ്മോൾ ആണ്, എഗ് ഷെല്ലിൻ്റെ നിറം വൈറ്റ് ആണ്. നിങ്ങൾ സാധാരണ കേട്ടിട്ടുള്ള ലെഗോൺ ഇതിൽ വരുന്ന ഒരു ബ്രീഡാണ്. മിനോർക്ക, അങ്കോണ ഒക്കെ എക്സാമ്പിൾസ് ആണ്. നാലാമത്തെ ക്ലാസ്സായ ഏഷ്യാറ്റിക് ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷാങ്ക് ഫെതേർഡ് ആണ്. അതായത് ഈ ഒരു ക്ലാസ്സിൽ വരുന്ന ബേർഡ്സ് ആണ് കാലിൽ തൂവലുകൾ കാണുന്നത്. സ്കിൻ യെല്ലോ ആണ്, ഇയർ ലോബ് റെഡ് ആയിരിക്കും. പർപ്പസ് മീറ്റ് പർപ്പസ് ആണ്. ബോഡി സൈസ് മാസീവ് ആയിരിക്കും, അതായത് മീറ്റ് പർപ്പസിനായതുകൊണ്ട് തന്നെ അവയുടെ ശരീരഭാരം കൂടുതലായിരിക്കും. എഗ് ഷെല്ലിൻ്റെ കളർ ബ്രൗൺ ആണ്. ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് എന്ന് പറയുന്നത് ബ്രഹ്മ, കൊച്ചിൻ, ലാങ്ഷാൻ എന്നിവയാണ്. ഇനി നമുക്കൊരു ക്ലാസിഫിക്കേഷൻ കൂടെ പറയാം. അതായത് ഇവിടെ നമ്മൾ പർപ്പസ് പറഞ്ഞു, ഡ്യുവൽ, എഗ്, മീറ്റ് എന്നൊക്കെ. ഇതും ഒരു ക്ലാസിഫിക്കേഷനാണ്, അതായത് അവയുടെ യൂട്ടിലിറ്റി അനുസരിച്ച് ബേർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗമനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഉപയോഗമനുസരിച്ച് നമുക്ക് കോഴികളെ എഗ് ടൈപ്പ് എന്നും മീറ്റ് ടൈപ്പ് എന്നും ഡ്യുവൽ പർപ്പസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. എഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവ മുട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവ, ലെഗോൺസ്, മിനോർക്കയൊക്കെ അതിന് എക്സാമ്പിളാണ്. മീറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ബ്രഹ്മ, ലാങ്ഷ. ഡ്യുവൽ പർപ്പസ് എന്ന് പറയുമ്പോൾ RIR, ന്യൂ ഹാംപ്ഷയർ, പ്ലിമത്ത് റോക്കൊക്കെ ഡ്യുവൽ പർപ്പസ് ബ്രീഡ്സ് ആണ്, അതായത് മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി ഉപയോഗിക്കാവുന്നവയാണ്. ഈ സെഷൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഡ്രോ ആൻഡ് ലേബൽ ദ പാർട്സ് ഓഫ് എ കോക്ക്. ഒരു പൂവൻ കോഴിയുടെ ചിത്രം വരച്ച് അടയാളപ്പെടുത്തുക. ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. മെയിൻ സിക്കിൾ ഫെദേഴ്സ് ആർ സീൻ ഇൻ ഡാഷ് ചിക്കൻ. ഏത് കോഴിയിലാണ് മെയിൻ സിക്കിൾ ഫെദേഴ്സ് കാണുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു 20th livestock census, the total poultry population in India is dash. 20th livestock census അനുസരിച്ച് ഇന്ത്യയിലെ മൊത്തം പൗൾട്രി പോപ്പുലേഷൻ ഡാഷ് ആണ്. 3, ആസ് പെർ ദ അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2019, the per capita availability of eggs per annum in Kerala is. അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2019 അനുസരിച്ച് കേരളത്തിൽ മുട്ടയുടെ പ്രതിശീർഷ ലഭ്യത ഡാഷ് ആണ്. 4, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മെഡിറ്ററേനിയൻ ക്ലാസ് ഓഫ് പൗൾട്രി. മെഡിറ്ററേനിയൻ ക്ലാസ്സിൽ വരുന്ന പൗൾട്രിക്ക് ഉദാഹരണമാണ് ഡാഷ്.